ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ കറിയാണ്. വാഴപ്പിണ്ടി വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കായൊക്കെ അരിയും പോലെ കറി വയ്ക്കാൻ വേണ്ടി കായ അരിയില്ലേ, അതേ രീതിക്ക് ഈ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഇതിനൊത്തിരി നൂല് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വലിപ്പത്തിലാണ് നമുക്ക് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കഴുകി വാരിയിട്ട് ഈ കറിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്തിട്ട് വരാം. കഴുകി വാരി എടുത്തിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാകത്തിന് വെള്ളം, ഇത് വേവാൻ പെട്ടെന്ന് വെന്ത് കിട്ടും, അത് കാരണം നമുക്ക് കുറച്ച് വെള്ളം മതി. ലേശം വെള്ളം മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വാഴപ്പിണ്ടി കറിക്ക് നമുക്ക് അരിപ്പ് വേണം. അപ്പോൾ അരിപ്പിന് വേണ്ടി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ തേങ്ങ വേണം, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഉലുവ വേണം, ചെറിയ ഉള്ളി വേണം, ചെറിയ ജീരകം. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ അരിപ്പിലേക്ക് ഒരു ചെറിയൊരു ചുള പുളി വേണം കേട്ടോ. വാളംപുളിയാണ്. അത് നമ്മൾ തേങ്ങ അരിച്ചതിൻ്റെ കൂടെ ചേർക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പിണ്ടിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരിപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചെടുത്ത അരിപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ ജാറും കൂടി കഴുകി ഒഴിക്കുകയാണ്. കുറച്ച് കട്ടിയുണ്ട്. പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. താളിക്കാനായിട്ട് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മുടെ വാഴപ്പിണ്ടി കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും അസ്സലാമലൈക്കും.